എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അങ്ങനെ ചെണ്ടയ്ക്ക് പെന്തക്കോസ്തിൽ ശാപമോക്ഷം കിട്ടി. നമ്മുടെ കുറേ സഹോദരങ്ങൾ ചേർന്ന് ചെണ്ടമേളം സംഘടിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാഹളവും. അപ്പോൾ ചെണ്ടമേളവും കാഹളവും പെന്തക്കോസുകാരെ ഹരം കൊള്ളിച്ചു. അതിനവർ പ്രത്യേകമായ ഒരു പേരിട്ടു, ഹലാൽ. അപ്പോൾ ഈ ഹലാൽ എന്താണ് എന്ന് ആദ്യം കേൾക്കുന്നത് ഒരു മുസ്ലിം സഹോദരൻ്റെ ഹോട്ടലിൽ വലിയ ബോർഡ് വെച്ചേക്കാണ്, ഹലാൽ. അപ്പോൾ ഇത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടത്, ഇത് മുസ്ലിം സഹോദരങ്ങളുടെ ഒരു പരിപാടിയാണ്. എന്താണ്? അവരുടെ മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ വന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒരല്പം എടുത്ത് 2 തുപ്പ് അതിൻ്റെ അകത്തേക്ക് തുപ്പും. ചിലർ കാർക്കിച്ച് തുപ്പും, ചിലർ ആ ഭക്ഷണം എടുത്തിങ്ങനെ വായിൽ വെച്ച് നക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഈ തുപ്പിയ ഭക്ഷണം ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കറക്കി ആ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഇടും. അങ്ങനെ പിന്നീട് ഈ മുസ്ലിം സഹോദരന്മാരുടെ ഹോട്ടലിലൊക്കെ കയറി ക്രിസ്ത്യാനികളായിട്ടുള്ള ഞങ്ങളും അതുപോലെ ഹിന്ദു സഹോദരങ്ങളും വെട്ടി വിഴുങ്ങുന്ന ഈ ബിരിയാണിയും അൽഫാമും കുഴിമന്തി ഇതെല്ലാം ഇവരുടെ മതപുരോഹിതന്മാർ തുപ്പി നാറ്റിച്ച ഭക്ഷണമാണ് വലിച്ചു വാരി തിന്നുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉച്ഛിഷ്ടമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ കഴിച്ചതിൻ്റെ ബാക്കി തുപ്പിയതും നക്കിയതും ഒക്കെയാണ് കഴിക്കുന്നത്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ, പെന്തക്കോസ് സഹോദരന്മാർ ഈ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ചെണ്ടമേള രൂപത്തിലാണെന്ന് മാത്രം. അവർ അതിന് ഹലാൽ എന്നൊക്കെ പേരിട്ടു. അവരതിന് പറയുന്നത് അത് സ്തുതി എന്നൊക്കെയാണ്. അവർ പുതിയ വ്യാഖ്യാനമൊക്കെ കണ്ടെത്തി. ഗ്രീക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അറബി ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെന്തക്കോസ് സഭ ഒരു കുത്തഴിഞ്ഞ പുസ്തകം ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. ഒരു കത്തോലിക്ക യാക്കോബായ മാർത്തോമ CSIക്കാരെ നോക്കിയാൽ അവർക്കൊരു അടുക്കും ചിട്ടയും ഓർഡറും കാര്യങ്ങളുണ്ട്. അവരുടെ ആരാധനയ്ക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അവരുടെ പള്ളിയിൽ അലവലാദികളായിട്ട് ആരും കയറി ചെല്ലുന്നില്ല. ഇവിടെ ഏത് അണ്ടനും അടകോടനും കാണുന്നവനും വായി നോക്കിക്കും എതിരെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനും ഒരു പുസ്തകം കയ്യിലെടുത്ത് വെച്ച് കയറി അകത്തോട്ട് വരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി മാറി ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കത്തോലിക്ക യാക്കോബായ മാർത്തോമ സഭയിലൊക്കെ ചെന്നാൽ അവർക്ക് അവരുടേതായ ആരാധന രീതികളുണ്ട്, അവരുടെ ആരാധന ക്രമങ്ങളുണ്ട്, അവർക്ക് പ്രത്യേകതയുണ്ട്. ഇവിടെ പെന്തക്കോസിനെ സംബന്ധിച്ച് വാളെടുത്തവൻ വെളിച്ചപ്പാട്, കാശുള്ളവൻ കാര്യക്കാരൻ, വീട്ടിലെ മുത്തിക്ക് അടുപ്പിലും ആകാം എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ സഹോദരങ്ങൾ ചേർന്ന് ഒരു ചെണ്ടമേളം സംഘടിപ്പിച്ചു. അപ്പോൾ ഈ ചെണ്ടമേളം ബഹുക്ഷേമമായി തീർന്നു. അപ്പോൾ ഒരു കാലത്ത് ചെണ്ടയെയും മറ്റ് പലതിനെയും എതിർത്തവർ വീണ്ടും അവരെടുത്ത് ചെണ്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ ആനയും അമ്പാരിയും അതുപോലെ മറ്റേ എഴുന്നള്ളത്തും മത്താപ്പും കൊടയും എല്ലാം ഈ പെന്തക്കോസിലേക്ക് ഇപ്പോൾ വരും. അപ്പോൾ ഇനി അടുത്ത കുമ്പനാട് കൺവെൻഷനോ അല്ലെങ്കിൽ IPCയുടെ അല്ല ഇവിടെ AGയുടെ കൺവെൻഷനോ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനോ ഒക്കെ ഇനി നമുക്കൊരാന എഴുന്നള്ളത്ത് പ്രതീക്ഷിക്കാം. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ എഴുന്നള്ളുന്നു. അതിൻ്റെ മുമ്പിൽ ഇന്ന് നമ്മൾ കണ്ട ഈ ചെണ്ടമേളക്കാരെ ഷർട്ടൊക്കെ ഊരി കഴുത്തേലൊരു മാലയൊക്കെ ഇട്ട് കയ്യിൽ സാധനമൊക്കെ ചുറ്റി തലമുടിയൊക്കെ നീട്ടി വളർത്തി പിരിച്ചു കെട്ടി ശരീരമൊക്കെ കാണിച്ച് ഒരു പട്ട് മുണ്ടുമൊക്കെ ഉടുത്ത് ചെണ്ടമേളവുമായിട്ട് ഇനിയിപ്പോൾ IPCയുടെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും AGയുടെയും കൺവെൻഷനിൽ ഇവരെ കാണാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചോ ക്രിസ്തീയ മൂല്യത്തെക്കുറിച്ചോ ഒരു മണ്ണാങ്കട്ട അറിയത്തില്ലാത്ത കുറേ കിഴങ്ങന്മാർ എന്ത് ചെയ്തിരിക്കുന്നു, ബാൻഡ് മേളവും കോപ്പും കുടച്ചക്രവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെണ്ടയായിട്ടും അതായിട്ടും ഇതായിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത ഇവന്മാർ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടുകളാണിത്. ഇതൊന്നും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമല്ല, മൂല്യവുമല്ല. ക്രിസ്തീയ വിശ്വാസവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഹലാൽ ഇപ്പം മുസ്ലിങ്ങളുടെ കൂട്ടും പിടിച്ച് ഇവന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ പകുതി എണ്ണം മുസ്ലിങ്ങളാണോ എന്നുള്ളത് നമുക്ക് പറയാനും പറയാതിരിക്കാനും മേലാത്ത അവസ്ഥയായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസൽ സമൂഹത്തെ നാണം കെടുത്താൻ വേണ്ടി കുറേ പണിയില്ലാത്ത ചെറുപ്പക്കാർ ബാൻഡ് മേളം തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇത്
ഇപ്പോൾ അവരോട് ഇപ്പോൾ വിളിച്ച് ചോദിച്ചാൽ ഇതെന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ചെണ്ടയടിക്കുന്നതിന് കുഴപ്പമുണ്ടോ ബന്ധക്കോസിൽ? ഇല്ല. എന്നാ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ആരംഭകാലത്തിലായിരുന്നു. ആരംഭകാലത്ത് വെള്ള ഷർട്ടേ ധരിക്കാവുള്ളായിരുന്നു. ഇപ്പോൾ ഏതും ധരിക്കാം. ആരംഭകാലത്ത് മുടി വെട്ടണമായിരുന്നു. ഇപ്പോൾ മുടി വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആളുകളൊക്കെ മുടിയൊക്കെ ഇങ്ങനെ പുറകോട്ട് പിന്നെ വളർത്തി റിബണൊക്കെ കിട്ടിയാണ് വരുന്നത്. ആരംഭകാലത്തിൽ തലേ തുണിയിടണമായിരുന്നു സ്ത്രീകൾ. ഇപ്പോൾ അതൊന്നും വേണ്ട. ആരംഭകാലത്ത് മുട്ടിന് താഴെ അല്ലെങ്കിൽ പാദങ്ങൾ പോലും കാണാത്ത രീതിയിൽ വസ്ത്രം ധരിക്കണമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ് ഒരു ചന്തക്കോസ്തായി എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഈ ആനയും അമ്പാരിയും ബാൻഡും മേളവും ശിങ്കാരി മേളം, ഇതിന് ശിങ്കാരി മേളം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾ ശിങ്കാരികളായി മാറിയിരിക്കുന്നു. എവിടെന്നെങ്കിലും ഒരു കോട്ടും തൊപ്പിയും വാടകയ്ക്ക് എടുത്തോട്ട് വരും, എന്നിട്ട് അത് വിട്ട് അടിച്ച് പെരുക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകളുടെ വിചാരം ഇതാണ് പെന്തക്കോസ്, ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ പുസ്തകമായി ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അലവലാദികളുടെ ഒരു കൂട്ടമായി ഈ പെന്തക്കോസ് മാറി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് കേട്ടിട്ട് എന്നെ വിളിച്ച് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു വൃത്തികേടായിപ്പോയി. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും അസ്വസ്ഥതപരമായി തോന്നിയത് ആ കുഴലൂത്താണ്. കുഴലൂത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തെല്ലാം ഈ ഇതിൻ്റെ അകത്ത് കേൾക്കാനിരിക്കുന്നു, എന്തെല്ലാം കാണാനിരിക്കുന്നു. എനിക്കൊരു കാര്യം കൃത്യമായി മനസ്സിലായി. ഒരു പണിയില്ലാതെ നടക്കുന്ന കുറേ ആളുകൾ കൂട്ടം കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രാഞ്ചം കാണിച്ച് ആളുകളുടെ മുന്നിൽ ശ്രദ്ധ നേടാൻ വേണ്ടി കാണിക്കുന്ന ചില കോമാളിത്തരങ്ങളാണ് ഇതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണ്. എന്തായാലും ഈ ചെണ്ടമേളം ഇത് പെന്തക്കോസിലുള്ള ഒരു സംഭവമല്ല. ഇത് ഈ ആനയും അമ്പാരിയും മുത്തുക്കുടയും അതും ഇതും മറ്റതും മറിച്ചതും എല്ലാം ഇനി അധികം നാൾ കഴിയാതെ പെന്തക്കോസിലേക്ക് വരികയാണ്. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമ, CSI നിൽക്കുന്നവരൊക്കെ എന്തിനീ പെന്തക്കോസിലേക്ക് ചേരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇവിടെ വന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒരു 10 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പം CSI, മാർത്തോമ, യാക്കോബായ രീതിയിലേക്ക് ഇത് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്ത് നിൽക്കാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ നാളെ എന്നെ തെറി പറയും. നിങ്ങൾ സൂക്ഷിച്ച് ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ മതി. കാരണം ഒരു നിയമവും ചട്ടവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് മാത്രമല്ല, ആർക്കും എന്ത് വൃത്തികേടും കാണിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഈ പെന്തക്കോസിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ആരാധന രീതിയില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല. വരുന്നവൻ പോകുന്നവൻ വാളെടുത്തവൻ വെളിച്ചപ്പാട്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു സുവിശേഷം എന്ന നിലയ്ക്കും ഈ ബാൻഡ് മേളവും ശിങ്കാരി മേളവും ഈ കുന്തവും കുടച്ചക്രവും അല്ല ഇവന്മാർ കാണിച്ചത് വളരെ മോശമായ ഒരു പരിപാടിയാണെന്ന് മാത്രമല്ല, പെന്തക്കോ സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കാനും സമൂഹത്തിൽ നാണം കെടുത്താനും അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ അവഹേളിക്കാനും വേണ്ടി കുറേ പണി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആഗോള പെന്തക്കോ സഭയ്ക്ക് ഇവന്മാർ കാരണം നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പൊന്നു സ്നേഹിതന്മാരെ, ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അകത്തൊക്കെ വല്ല കാര്യമാണോ? ഇതൊക്കെ വല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? ഒന്നെങ്കിൽ നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളന പാത്രമായി തീരാതെ ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇത് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ എൻ്റെ മുഖത്തോട്ട് എനിക്ക് സവാരി കയറാൻ വരും, കയറിയാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അതിൻ്റെ അകത്തൊരു യാതൊരു വിഷമമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്നെ മുക്കി കയറ്റാനായിട്ടൊന്നും ആരും പറയണ്ട. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് വളരെ തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. ഇത് ശരിയല്ല. ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്തായാലും വളരെ മോശമായി പോയി. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒട്ടണമെങ്കിൽ അമ്പലത്തിൽ പോയി കിട്ടിക്കോ, അല്ലെങ്കിൽ റോട്ടിൽ നിന്ന് കുട്ടിക്കോ. ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഈ മുസ്ലിംകാരുടെ ഈ വാക്കും ഏറ്റുപിടിച്ച് ഹലാൽ എന്ന ബോർഡും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സൈസ് പോകൃത്തരം കാണിക്കരുതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് ജീവിക്കുക. അല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് ഇളക്കാനായിട്ട് വരുന്നത് ഇത് ശരിയായൊരു നടപടിയല്ല, നാണക്കേടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.